ഹായ് ചേട്ടാ, നമസ്തേ. രാജാവ് ആവണമെന്നില്ല. രാജാവിൻ പണ്ട് കൽപ്പിച്ച പോലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത്തട്ടിലെ സാധാരണ തട്ടിലൊക്കെ ഇറങ്ങി വന്ന് നോക്കുക. അതായത് കേരളത്തിലെ ഒരു സെക്യൂരിറ്റികൾ തന്നെ അവർ പുച്ഛിച്ചിരിക്കണം. കാശുള്ളവർ വന്നാൽ നമ്മൾ പുച്ഛിച്ചിരിക്കണമെന്ന് മിണ്ടാൻ പാടില്ല. അവർ പറയുന്നത് കേട്ടോണം. എന്തെങ്കിലും പറഞ്ഞാൽ അന്നവന് ജോലിയില്ല വന്നത്. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മുതലാളിയുടെ കീഴിൽ, കേരളത്തിലൊരു മുതലാളിയുടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോയി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ പണിയിലോ ഇത് മോശപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്നവന് പണിയില്ല. കാര്യം അടിമത്തമാണ് ഇപ്പോഴും. സാധാരണ തട്ടിലെ ഒരുപാട് ജനങ്ങളാണ് പല രീതിയിലും ജീവിക്കുന്നത്. ഇറങ്ങി ചെന്നെങ്കിലേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ഏത് മേഖലയിലും, കേരളത്തിൽ ഏത് മേഖലയിലും കാശുള്ളടുത്ത് നമ്മൾ കുമ്പിട്ട് നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് ജീവിക്കുന്നത്. അതിന് രാജാവാവണമെന്നില്ല. രാജാവ് നല്ല കാഴ്ചയാണ് കാഴ്ചവെച്ച പണ്ട്. എന്താ ദൈവസങ്കല്പവും അവരുടെ ഉപജീവന മാർഗം പട്ടന്മാർ അമ്പലങ്ങളിൽ വിളക്കും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ അവർക്ക് ജീവിതം മുന്നോട്ട് പോകും. അവർ നല്ല സംഭാവന ചെയ്തത്, പക്ഷെ അതിൽ നിന്ന് മുതലെടുക്കുകയാണ്. രാജാവ് ഭരണ കാലത്ത് ഉള്ള കാലം മുതലെടുക്കുകയാണ് ഇപ്പം ആൾക്കാർ. ഇപ്പോൾ കണ്ട ആ രാജാവുള്ള കാലത്ത് ചെയ്തു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ പല രീതിയിലും പല വേഷത്തിലും പല രൂപത്തിലും ജീവിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ പല മേഖലയിലും നമ്മളെ കേരളത്തിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണമെങ്കിൽ താഴെ തട്ടിലേക്ക് ഓരോ ജില്ലയിലും പഞ്ചായത്തിൽ എടുത്ത് ഇറങ്ങി നോക്കണം മനുഷ്യൻ്റെ അവസ്ഥ, ജീവിതം. ഒരു നേരം പോലും നല്ല രീതിയിൽ ആഹാരം കഴിക്കാത്ത കേരളത്തിലെ കുടുംബങ്ങളുണ്ട്. പണിയില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ നമ്മുടെ നാടിനെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. അല്ല നിയമ സംവിധാനങ്ങളോ അല്ല നിയമപാലകന്മാരോ ഒന്നുമല്ല. ജനങ്ങൾക്ക് വിവരമില്ല ഒന്നിനും.